നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഒരു ഡെയിലി റൊട്ടീൻ എന്നൊക്കെ പറയാം. കുറച്ച് കുക്കിങ്ങും അതുപോലെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ്. അപ്പോൾ ഇന്നലെ രാത്രി നല്ല മഴയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഒരു അമ്പലത്തിൽ ഉത്സവം കാണാൻ വേണ്ടി പോയിരിക്കുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളുടെ വീട്ടിൽ ഇരുന്നിട്ട് മഴ ആസ്വദിക്കാൻ പറ്റിയില്ല. ഞങ്ങൾ ആ സമയത്ത് വേറൊരാളുടെ വീട്ടിലായിരുന്നു. അപ്പോൾ നല്ല ഇടിയും മിന്നലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നല്ലൊരു തണുപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ പിറ്റേ ദിവസമായപ്പോൾ നല്ല ചൂടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് സമയം പുറത്തൊക്കെ പോയി നിന്ന് ഒരു പ്രകൃതി ഭംഗിയൊക്കെ ഒന്ന് ആസ്വദിച്ച് അത് കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ലഞ്ച് കുക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ അരി അടുപ്പത്തിടുകയാണ്. നമ്മൾ വിറകടുപ്പിലാണ് കഞ്ഞി വയ്ക്കുന്നത്. അപ്പോൾ അരി ഒരു 3-4 തവണ നന്നായിട്ട് കഴുകിയതിന് ശേഷമാണ് ചൂടുവെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ അരി ഇട്ടിട്ടുണ്ട്. അപ്പോൾ കറിക്ക് എന്ത് വേണമെന്ന് ഭയങ്കര കൺഫ്യൂഷനാണ്. മീൻ കിട്ടാത്ത ദിവസം നമുക്ക് എന്ത് കറി വെക്കണമെന്ന് ഭയങ്കര കൺഫ്യൂഷനാണ്. ഇവിടെയാണെങ്കിൽ നോൺ വെജ് വേണം, മീൻ വേണം, ഡെയിലി മീൻ വേണം. അപ്പോൾ ഡെയിലി നമുക്കിവിടെ അങ്ങനെ മീൻ കിട്ടാനും സാധ്യതയില്ല. അല്ലെങ്കിൽ നമ്മൾ കുറച്ച് ദൂരം പോയിട്ട് അവിടെ ഒരു കടയുണ്ട്, അവിടെ പോയിട്ട് മേടിക്കണം. അപ്പോൾ നമുക്ക് ഡെയിലി ഇങ്ങനെ പോയി മേടിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇവിടെ കൊണ്ടുവരും. കൊണ്ടുവരാത്ത ദിവസങ്ങളിൽ വേറെ എന്ത് കറി വയ്ക്കണമെന്ന് ഭയങ്കര കൺഫ്യൂഷനാണ്. അപ്പോൾ ക്യാരറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ക്യാരറ്റ് തോരനും വെച്ച് അതുപോലെ സോയാബീൻ കറിയും വെക്കാമെന്ന് വിചാരിച്ചു. അത് അപ്പം തോന്നിയൊരു ഐഡിയ ആണ് കേട്ടോ, സോയാബീൻ കറി വയ്ക്കാമെന്ന്. അങ്ങനെ ഞാൻ കടയിൽ പോയിട്ട് സോയാബീനൊക്കെ മേടിച്ചുകൊണ്ട് വന്നു. അത് കഴിഞ്ഞിട്ട് അത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു വേസ്റ്റോ അതൊക്കെ പോകാൻ വേണ്ടിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ക്യാരറ്റ് ഞാനവിടെ കട്ട് ചെയ്ത് എടുക്കുകയാണ്. അപ്പോൾ ആദ്യം ഞാൻ പച്ചവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് അത് നന്നായിട്ട് പിഴിഞ്ഞ് അതിൻ്റെ ആ ഒരു ഇതൊക്കെ കളഞ്ഞെടുത്തു. അത് കഴിഞ്ഞിട്ട് തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇത് ഫസ്റ്റ് ടൈമാണ് ഞാൻ കുക്ക് ചെയ്യുന്നത്. എനിക്കറിയില്ല, ഞാനിങ്ങനെ യൂട്യൂബിൽ വീഡിയോ കണ്ടിട്ട് ചെയ്യുകയാണ്. പിന്നെ ടേസ്റ്റ് എന്താവുമെന്നൊന്നും അറിയില്ല. അപ്പോൾ ഞാൻ കുക്ക് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു ബീഫ് വയ്ക്കുന്ന ഒരു ബീഫിൻ്റെ പൊടിയൊക്കെ ഇട്ടിട്ട് കുക്ക് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ നമ്മുടെ അരി ഇവിടെ തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ സോയാബീൻ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ്. നമ്മുടെ ഇഞ്ചി അതുപോലെ വെളുത്തുള്ളി ഇത് കട്ട് ചെയ്ത് ഒന്ന് എണ്ണയിലിട്ട് മൂപ്പിച്ചെടുത്തു. അതിനുശേഷം സവോള ഇട്ട് അതൊന്ന് വഴറ്റിയെടുക്കുകയാണ്. അതിലേക്ക് തക്കാളി ഇട്ട് കൊടുത്തു. തക്കാളി വേകാൻ വേണ്ടിയിട്ട് നമുക്ക് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇപ്പോഴത്തെ അടുപ്പിൽ ഞാൻ തോരത്തിനും കൂടി റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ ഞാൻ ചട്ടിയിലാണ് തോരൻ വയ്ക്കുന്നത്. അപ്പോൾ തോരത്തിന് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് നമ്മുടെ നോർമലി തോരൻ വയ്ക്കുന്ന അറിയാമല്ലോ, അതുപോലെ തന്നെയാണ് വയ്ക്കുന്നത്. അപ്പോൾ നമ്മുടെ അരപ്പെല്ലാം ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് തോരത്തിനുള്ള. അപ്പോൾ അതൊന്ന് റെഡിയാക്കി കഴിഞ്ഞാൽ നമ്മുടെ കുക്കിംഗ് കഴിയും. അപ്പോൾ നമ്മുടെ സോയാബീൻ കറി ഇവിടെ ഞാൻ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു സവോളയും അതുപോലെ തക്കാളിയൊക്കെ ഒന്ന് കുക്ക് ചെയ്ത് വന്നു കഴിഞ്ഞാൽ അതിലേക്ക് പൊടികളിട്ട് ഒന്ന് മൂപ്പിച്ചെടുത്തിട്ട് നമുക്ക് സോയാബീൻ ഇട്ട് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് വേവിച്ച് കൊടുക്കാം. തോരൻ ഞാനിവിടെ അടുപ്പത്ത് വെച്ചിട്ട് അത് അടച്ചു വയ്ക്കുകയാണ് വേകാൻ വേണ്ടിയിട്ട്. നമുക്ക് ഈ ഒരു ചട്ടിയിലായതുകൊണ്ട് അതിൽ അടി പിടിക്കുക എന്നുള്ളൊരിത് പേടിയുള്ളതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം തളിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ അതിൽ തേങ്ങാപ്പീരെല്ലാം ഇട്ട് റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചും കൂടി വേവാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനത് അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ സവോളയും അതുപോലെ തക്കാളിയും ഇതെല്ലാം കുക്കായി വന്നിട്ടുണ്ടായിരുന്നു. അതിൽ പൊടികളൊക്കെ ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നു. ബീഫിൻ്റെ പൊടി ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന നമ്മുടെ സോയാബീനും കൂടി ഇട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചൊന്ന് കുക്ക് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ സോയാബീൻ കറി റെഡിയാവും. അപ്പോഴത്തേക്കും നമ്മുടെ കഞ്ഞി വെന്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് അടച്ചിടുകയാണ്. നമ്മൾ കഞ്ഞി അടയ്ക്കുമ്പോൾ എല്ലാവരും ഒന്ന് സൂക്ഷിച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ നമ്മളെ മേത്തൊക്കെ വീഴും, ചൂടുവെള്ളമല്ലേ. അപ്പോൾ ഞാൻ ചെയ്യുമ്പോൾ പതുക്കെ ചെയ്യാറുള്ളൂ. നല്ല സൂക്ഷിച്ചാണ് ഞാൻ കഞ്ഞി അടയ്ക്കുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ. ഇടയ്ക്ക് ചിലപ്പോൾ കയ്യിൽ നിന്നൊക്കെ സ്ലിപ്പായി പോകും. നമ്മൾ പെട്ടെന്ന് ചെയ്യുമ്പോൾ കയ്യിൽ നിന്നൊക്കെ സ്ലിപ്പായി പോയി കഴിഞ്ഞാൽ നമുക്ക് അത് വലിയൊരു ആപത്തായിട്ട് മാറും. അപ്പോൾ ഞാൻ കഞ്ഞി അടച്ചതിന് ശേഷം ഭയങ്കര ചൂടായതുകൊണ്ട് ഒരു 2 ഓറഞ്ച് നമ്മുടെ ഫ്രിഡ്ജിലുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ജ്യൂസ് അടിക്കാമെന്ന് വിചാരിച്ചു. വാവയുണ്ട്, അപ്പോൾ നല്ല ചൂടല്ലേ, അപ്പോൾ വാവയ്ക്കൊന്ന് ജ്യൂസ് അടിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനും വാവയും മാത്രമേ ഉള്ളൂ. അപ്പം 2 പേർക്കുള്ള ജ്യൂസ് മതി.
അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് തൊലിയൊക്കെ കളഞ്ഞ് അത് ഈ ഒരു ഓറഞ്ചിൻ്റെ അകത്തുള്ള കുരുവും കളഞ്ഞിട്ടാണ് ഞാൻ അടിച്ചെടുക്കുന്നത്. കുരു ഉണ്ടെങ്കിൽ ഒരു കയ്പ്പാണ്. സത്യം പറഞ്ഞാൽ ഈ ഓറഞ്ചല്ല നമുക്ക് ജ്യൂസ് അടിക്കുന്നത്, അത് വേറൊരു ടൈപ്പ് ഓറഞ്ചാണ് ജ്യൂസ് അടിക്കുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ കുരുവൊക്കെ കളഞ്ഞിട്ട് പഞ്ചസാരയും ഇഞ്ചി ഇട്ടിട്ട് വെള്ളം ചേർക്കാതെ അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് അടിച്ചെടുത്തിട്ട് ഞാൻ ആവശ്യത്തിന് വെള്ളം അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വാവയ്ക്ക് ആദ്യം കൊടുക്കട്ടെ. അപ്പോൾ ആളപ്പുറത്ത് വന്ന് നിന്ന് കളിക്കുക, വെള്ളത്തിൽ കളിക്കുകയാണ് കേട്ടോ. എത്ര പറഞ്ഞാലും അനുസരിക്കില്ല. കുഞ്ഞുങ്ങളൊക്കെ അങ്ങനെയാണ്, എത്ര പറഞ്ഞാലും കേൾക്കില്ല. ഭയങ്കര വെള്ളത്തിൽ കളിയാണ്. അപ്പോൾ ഞാൻ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് കഴുകി വെക്കുകയാണ്. പിന്നെ വാവനെ ഡാൻസ് ക്ലാസ്സിന് കൊണ്ടുപോകണം. അപ്പോൾ പെട്ടെന്ന് തന്നെ എല്ലാം ശരിയാക്കി വാവയ്ക്ക് ഫുഡൊക്കെ കൊടുത്തിട്ട് ഡാൻസ് ക്ലാസ്സിന് കൊണ്ടുപോവാണ്. അപ്പോൾ ഇത് ലാസ്റ്റ് തീരുന്ന ആ ഒരു ടൈമാണ് കേട്ടോ. നമസ്കരിച്ച് എണീക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് ചെയ്തില്ലേ, ഇച്ചിരി സ്പീഡ് കൂടിപ്പോയത്, അതാണ് എൻ്റെ കുഞ്ഞ് കേട്ടോ. അപ്പോൾ ആൾ 2 തവണ ആൾ നമസ്കരിച്ച് എഴുന്നേറ്റു. അപ്പോൾ ഓടി വരികയാണ് കേട്ടോ എൻ്റെ അടുത്ത്. അത് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ വന്നു. ഞാൻ കട്ടൻ ചായ കുടിച്ചു, ഒരു ഗ്ലാസ് കട്ടൻ ചായ കുടിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ വാവയുടെ ബാഗ് കഴുകി ടെറസിലിട്ടിട്ടുണ്ടായിരുന്നു, അതെടുക്കാൻ വേണ്ടി പോയി. അപ്പോൾ എൻ്റെ കൂടെ വന്നു. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്ന് അങ്ങനെ ഓരോന്നൊക്കെ സംസാരിക്കുകയും ഒക്കെ ചെയ്യാണ്. കുറച്ചധികം കുസൃതി കൂടുതലുള്ള ഒരു കുഞ്ഞാണ് കേട്ടോ എൻ്റെത്. അപ്പോൾ നല്ല രസമാണ്. എപ്പോഴും ഫുൾ ആക്റ്റീവായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഡാൻസ് പഠിക്കാൻ പോണത് കൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഡാൻസിൻ്റെ ആക്ഷനൊക്കെ കാണും കേട്ടോ. പിന്നെ എന്നെ കൊണ്ടും ഡാൻസ് കളിപ്പിക്കും. അതാണ് ഒരു വലിയൊരു പ്രോബ്ലം എന്ന് പറയുന്നത്. അവൾ കുഞ്ഞ് പഠിക്കാൻ പോണു, പക്ഷേ എന്നെ കൊണ്ടാണ് ഡാൻസ് കളിപ്പിക്കുന്നത് വീട്ടിൽ വരുമ്പോൾ. അപ്പോൾ ഞാൻ കുറച്ച് നേരം അവിടെ നിന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ താഴെ പോയി. പിന്നെ അവരുടെ കളിയും അതുപോലെ TV കാണലൊക്കെ ആയിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ കൂടുതൽ വീഡിയോ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.